എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമുക്കറിയാം, വിമാനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ ആദ്യം ഏത് ഫ്ലൈറ്റിൻ്റെ ആണോ ആ ചെക്ക് ഇൻ കൗണ്ടറിൽ ചെന്ന് ബോർഡിംഗ് പാസ് വാങ്ങണം, നമ്മുടെ ടിക്കറ്റ് കാണിച്ചിട്ട്. സോ നമ്മൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ എവിടെയാണ് ചെക്ക് ഇൻ കൗണ്ടർ എന്നൊന്നും നമുക്കറിയില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ടിക്കറ്റ് അടുത്ത് നിൽക്കുന്ന ആളെ കാണിച്ചിട്ട് ചോദിക്കുവാണ്, എൻ്റെ ഫ്ലൈറ്റിനായിട്ട് ഞാൻ എവിടെയാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? അതെങ്ങനെ ചോദിക്കും? Do you know where I can check in for my flight? Do you know where I can check in for my flight? Do you know എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ എന്നാണ്. വേർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ്. ചെക്ക് ഇൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലെത്തി നമ്മുടെ ടിക്കറ്റ് അവിടുത്തെ ഒഫീഷ്യൽസിനെ കാണിച്ച് നമ്മൾ ഏത് സീറ്റിലാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ എഴുതിയിരിക്കുന്ന ബോർഡിംഗ് പാസ് വാങ്ങുക. സോ ഡു യു നോ വേർ ഐ ക്യാൻ ചെക്ക് ഇൻ ഫോർ മൈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്ലൈറ്റിനായിട്ട് എവിടെയാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ്. ഇനി നിങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കണം, അതായത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ചെക്ക് ഇൻ കൗണ്ടർ എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അതെങ്ങനെ ചോദിക്കും? ഡു യു നോ വെയർ ദ ചെക്ക് ഇൻ കൗണ്ടർ ഓഫ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈസ്? ഡു യു നോ വെയർ ദ ചെക്ക് ഇൻ കൗണ്ടർ ഓഫ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈസ് എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ചെക്ക് ഇൻ കൗണ്ടർ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് മീനിങ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ചെക്ക് ഇൻ കൗണ്ടർ എന്ന് പറയാനാണ് ചെക്ക് ഇൻ കൗണ്ടർ ഓഫ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറഞ്ഞത്. ഇനി ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ആദ്യം നമ്മളോട് പാസ്പോർട്ടും ടിക്കറ്റും ചോദിക്കും. അതെങ്ങനെ ചോദിക്കും? ക്യാൻ ഐ ഹാവ് യുവർ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ് പ്ലീസ്? ക്യാൻ ഐ ഹാവ് യുവർ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ് പ്ലീസ്? ഇവിടെ ഹാവിന് ലഭിക്കുക അല്ലെങ്കിൽ കിട്ടുക എന്നുള്ളൊരു മീനിങ് ആണ്. സോ എനിക്ക് നിങ്ങളുടെ പാസ്പോർട്ടും ടിക്കറ്റും ഒന്ന് കിട്ടുമോ എന്നുള്ളൊരു മീനിങ് ആണ്. ക്യാൻ ഐ ഹാവ് യുവർ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ് പ്ലീസ്? ഇനി ആരെങ്കിലും എന്തെങ്കിലും കാര്യം നമ്മളോട് തരാൻ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് ഹിയർ യു ഗോ. ഹിയർ യു ഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ച സാധനം ഇന്ന എന്നുള്ളൊരു മീനിങ് ആണ് ഹിയർ യു ഗോ. സോ പാസ്പോർട്ടും ടിക്കറ്റും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ഹിയർ യു ഗോ. ഇനി ഫ്ലൈറ്റിൽ നമ്മൾ 2 തരം ബാഗ്സ് ഉണ്ട്. അതായത് നമ്മളുടെ കൂട്ടത്തിൽ ഫ്ലൈറ്റിൻ്റെ ക്യാബിൻ്റെ അകത്ത് കയറ്റുന്ന ബാഗിന് ക്യാരി ഓൺ ബാഗ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പം തന്നെ കയറ്റി വിടുന്ന ബാഗില്ലേ, അതിന് ചെക്ക് ഇൻ ബാഗ്സ് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ എത്ര ബാഗുകളാണ് ചെക്ക് ഇൻ ചെയ്യുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ മെനി ബാഗ്സ് ആർ യു ചെക്കിംഗ് ഇൻ? ഹൗ മെനി ബാഗ്സ് ആർ യു ചെക്കിംഗ് ഇൻ? ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ്. ബാഗ് ചെക്ക് ഇൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗിൻ്റെ വെയിറ്റ് ഒക്കെ കറക്റ്റ് ആണോ നോക്കി നമ്മൾ കാർഗോ ആയിട്ട് ഫ്ലൈറ്റിൽ കയറ്റി വിടുവാണ്. ഇനി നമ്മൾ പോകുന്ന സ്ഥലത്ത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടേ ഉള്ള ആ ബാഗ് കിട്ടത്തുള്ളൂ. സോ അങ്ങനെ എത്ര ബാഗുകൾ ആണ് ചെക്ക് ഇൻ ചെയ്യുന്നത് എന്ന് ചോദിക്കാനാണ് ഹൗ മെനി ബാഗ്സ് ആർ യു ചെക്കിംഗ് ഇൻ. ഇനി നിങ്ങൾ ഏതെങ്കിലും ബാഗുകൾ ചെക്ക് ഇൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലോ? ആർ യു ചെക്കിംഗ് ഇൻ എനി ബാഗ്സ്? ആർ യു ചെക്കിംഗ് ഇൻ എനി ബാഗ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ബാഗുകൾ ചെക്ക് ഇൻ ചെയ്യുന്നുണ്ടോ എന്നാണ് മീനിങ്. ഇനി അതിന് റിപ്ലൈ ആയിട്ട് ഉണ്ട് 2 ബാഗുകൾ എന്ന് പറയണമെങ്കിലോ? യെസ് 2 ബാഗ്സ്. യെസ് 2 ബാഗ്സ്. യെസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, 2 ബാഗ്സ് എന്ന് പറഞ്ഞാൽ 2 ബാഗുകൾ. ഇനി അവർ നമ്മളോട് അതെടുത്ത് സ്കെയിലേ വെക്കാൻ പറയും. അപ്പം അതെങ്ങനെയാണ് പറയുന്നത്? ക്യാൻ യു പുട്ട് ദം ഓൺ ദ സ്കെയിൽ പ്ലീസ്? ക്യാൻ യു പുട്ട് ദം ഓൺ ദ സ്കെയിൽ പ്ലീസ്? ഇവിടെ സ്കെയിൽ എന്ന് പറയുന്നത് ലഗേജ് സ്കെയിലാണ്. അതായത് നമ്മുടെ ബാഗിൻ്റെ വെയിറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കാനുള്ള സ്കെയിൽ. പുട്ട് ദം ഓൺ ദ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അവ സ്കെയിലിൽ വെക്കുക എന്നാണ്. സോ ക്യാൻ യു പുട്ട് ദം ഓൺ ദ സ്കെയിൽ പ്ലീസ് എന്ന് പറഞ്ഞാൽ ദയവായി അവ സ്കെയിലിൽ വെക്കാൻ കഴിയുമോ എന്നാണ് മീനിങ്. ക്യാൻ യു പുട്ട് ദം ഓൺ ദ സ്കെയിൽ പ്ലീസ്? സോ അതിന് നമ്മളെങ്ങനെ റിപ്ലൈ കൊടുക്കും? ചെയ്യാം, തീർച്ചയായും എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? യെസ് ഷുവർ. യെസ് ഷുവർ. ഷുവർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് മീനിങ്. ഇനി തൂക്കി നോക്കിയപ്പം നിങ്ങളുടെ ലഗേജിൽ 2 കിലോ അലൗഡ് വെയ്റ്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അവരെങ്ങനെ പറയും? ക്ഷമിക്കണം,
നിങ്ങളുടെ ലഗേജിൽ 2 കിലോ അനുവദനീയമായ ഭാരത്തേക്കാൾ കൂടുതലാണ്. സോ അതെങ്ങനെ പറയും? സോറി, യുവർ ലഗേജ് ഇസ് 2 കിലോസ് ഓവർ ദ അലൗഡ് വെയ്റ്റ്. സോറി, യുവർ ലഗേജ് ഇസ് 2 കിലോസ് ഓവർ ദ അലൗഡ് വെയ്റ്റ്. ഓവർ ദ അലൗഡ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഭാരത്തേക്കാൾ കൂടുതൽ എന്നാണ്. സോ നിങ്ങളുടെ ലഗേജ് 2 കിലോ അനുവദനീയമായ ഭാരത്തേക്കാൾ കൂടുതലാണ് എന്ന് പറയാനാണ് സോറി, യുവർ ലഗേജ് ഇസ് 2 കിലോസ് ഓവർ ദ അലൗഡ് വെയ്റ്റ്. അന്നേരം അവർ പറയുവാണ്, നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ, അതായത് ചെക്ക് ഇൻ ബാഗിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അത് ക്യാരി ഓൺ ബാഗിൽ ഇടാം. അതെങ്ങനെ പറയും? യു കുഡ് ടേക്ക് സംതിങ് ഔട്ട് ഓഫ് യുവർ ചെക്ക് ഇൻ ബാഗ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ യുവർ ക്യാരി ഓൺ ബാഗ്. You could take something out of your check-in bag and put it in your carry-on bag. Take something out of your check-in bag എന്ന് പറഞ്ഞാൽ ചെക്ക്-ഇൻ ബാഗിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പുറത്തോട്ട് എടുക്കുക എന്നാണ്. Put it in your carry-on bag എന്ന് പറഞ്ഞാലോ നിങ്ങളുടെ carry-on ബാഗിൽ അത് ഇടുക എന്നുള്ള അർത്ഥമാണ്. സോ നമ്മൾ പറയുവാണ്, ഓക്കെ ഞാനത് ചെയ്യും. അതെങ്ങനെ പറയും? ഓക്കെ ഐ വിൽ ഡു ദാറ്റ്. ഓക്കെ ഐ വിൽ ഡു ദാറ്റ്. ഞാനത് ചെയ്യും എന്നുള്ള മീനിങ് ആണ്. ഓക്കെ ഐ വിൽ ഡു ദാറ്റ്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. സോ ഐ വിൽ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യും എന്നാണ് മീനിങ്. ഇനി അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് വിൻഡോ സീറ്റ് വേണോ ഐൽ സീറ്റ് വേണോ എന്ന്. അപ്പം വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞാൽ ജനലിനടുത്തായിട്ടുള്ള സീറ്റ്. നടുക്കത്തെ സീറ്റിന് മിഡിൽ സീറ്റ് എന്നാണ് പറയുന്നത്. ഐൽ സീറ്റ് എന്ന് പറഞ്ഞാൽ 2 സീറ്റുകൾക്കിടയിലൂടെ നമുക്ക് നടന്നു പോകുന്ന സ്ഥലമില്ലേ, അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടുള്ള സീറ്റിനാണ് ഐൽ സീറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വിൻഡോ സീറ്റ് വേണോ ഐൽ സീറ്റ് വേണോ എന്നെങ്ങനെ ചോദിക്കും? വുഡ് യു ലൈക്ക് എ വിൻഡോ സീറ്റ് ഓർ ആൻ ഐൽ സീറ്റ്? വുഡ് യു ലൈക്ക് എ വിൻഡോ സീറ്റ് ഓർ ആൻ ഐൽ സീറ്റ്? അതായത് നിങ്ങൾക്ക് വിൻഡോ സീറ്റ് വേണോ അതോ ഐൽ സീറ്റ് ആണോ വേണ്ടത് എന്നാണ് മീനിങ്. സോ അതിൻ്റെ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്കിപ്പം വിൻഡോ സീറ്റാണ് വേണ്ടതെങ്കിൽ എ വിൻഡോ സീറ്റ് പ്ലീസ് എന്ന് പറയാം. എ വിൻഡോ സീറ്റ് പ്ലീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിൻഡോ സീറ്റ് മതി എന്നുള്ള മീനിങ് ആണ്. എ വിൻഡോ സീറ്റ് പ്ലീസ്. ഇനി വെയിറ്റ് ഒക്കെ കറക്റ്റായി കഴിഞ്ഞെങ്കിൽ അവർ നിങ്ങൾക്ക് ബോർഡിംഗ് പാസും പാസ്പോർട്ടും തരും. അപ്പം അതെങ്ങനെയാണ് പറയുന്നത്? ഇതാ നിങ്ങളുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും. അതെങ്ങനെ പറയും? ഹിയർ ഈസ് യുവർ ബോർഡിംഗ് പാസ് ആൻഡ് പാസ്പോർട്ട്. ഹിയർ ഈസ് യുവർ ബോർഡിംഗ് പാസ് ആൻഡ് പാസ്പോർട്ട്. അതായത് നിങ്ങളുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും ഇന്ന എന്നുള്ള അർത്ഥത്തിലാണ് ഹിയർ ഈസ് യുവർ ബോർഡിംഗ് പാസ് ആൻഡ് പാസ്പോർട്ട്. സോ ബോർഡിംഗ് പാസിൽ ഏത് ഗേറ്റിലൂടെയാണ് ഫ്ലൈറ്റിനകത്തോട്ട് കയറുന്നത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ എത്ര മണിക്കാണ് ഗേറ്റിൻ്റെ അവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വെൻ ഡു ഐ നീഡ് ടു ബി ദർ അറ്റ് ദ ഗേറ്റ്. വെൻ ഡു ഐ നീഡ് ടു ബി ദർ അറ്റ് ദ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെ ഞാൻ എത്ര മണിക്കാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് മീനിങ്. ബി ദർ അറ്റ് ദ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ള അർത്ഥമാണ്. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. സോ എപ്പോഴാണ് ഞാൻ ഗേറ്റിൻ്റെ അവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ചോദിക്കാനാണ് വെൻ ഡു ഐ നീഡ് ടു ബി ദർ അറ്റ് ദ ഗേറ്റ്. സോ പുറപ്പെടുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്തണം എന്ന് പറയണം. അതെങ്ങനെ പറയും? യു ഷുഡ് ഗെറ്റ് ടു യുവർ ഗേറ്റ് അബൌട്ട് 1 hour ബിഫോർ departure. You should get to your gate about 1 hour before departure. You should get to your gate എന്ന് പറഞ്ഞാൽ നീ ഗേറ്റിൻ്റെ അവിടെ എത്തണം എന്നാണ്. about 1 hour before departure എന്ന് പറഞ്ഞാൽ പുറപ്പെടുന്നതിൻ്റെ 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തണം എന്നാണ് മീനിങ്. You should get to your gate about 1 hour before departure. ഇനി അടുത്തത് ബോഡി സ്കാനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകാം എന്ന് പറയും. അതെങ്ങനെ പറയും? യു ക്യാൻ ഗോ ഓൺ ത്രൂ. യു ക്യാൻ ഗോ ഓൺ ത്രൂ. അതായത് നിങ്ങൾക്ക് കടന്നു പോകാം എന്നുള്ള മീനിങ് ആണ്. യു ക്യാൻ ഗോ ഓൺ ത്രൂ. പിന്നെ അവർ നമ്മളോട് പറയുന്നത് വാച്ച്, ബെൽറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഊരി മാറ്റേണ്ടതായിട്ടുണ്ട് എന്ന് പറയും. അതെങ്ങനെ പറയും? യു നീഡ് ടു റിമൂവ് യുവർ വാച്ച് ആൻഡ് ബെൽറ്റ്. യു നീഡ് ടു റിമൂവ് യുവർ വാച്ച് ആൻഡ് ബെൽറ്റ്. അതായത് നിങ്ങളുടെ വാച്ചും ബെൽറ്റും അഴിച്ചു മാറ്റേണ്ടതുണ്ട് എന്നാണ് മീനിങ്. എന്നിട്ട് അത് ഈ ബിന്നിൽ വെക്കുക എന്ന് പറയണമെങ്കിലോ ആൻഡ് യു ക്യാൻ പ്ലേസ് ദം ഇൻ ദിസ് ബിൻ. യു ക്യാൻ പ്ലേസ് ദം ഇൻ ദിസ് ബിൻ. അതേപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ പോക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അതും ഈ ബിന്നിലിടുക. അതെങ്ങനെ പറയും? പോക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റുക എന്ന് പറയാൻ യു നീഡ് ടു എംപ്റ്റി യുവർ പോക്കറ്റ്സ്.
യു നീഡ് ടു എംപ്റ്റി യുവർ പോക്കറ്റ്സ്. അതായത് നിങ്ങളുടെ പോക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുക എന്നാണ് മീനിങ്. ഇനി ആ സാധനങ്ങളും ബിന്നിലിടുക എന്ന് പറയാനാണ് പുട്ട് ദോസ് ഐറ്റംസ് ഇൻ ദ ബിൻ അസ് വെൽ. പുട്ട് ദോസ് ഐറ്റംസ് ഇൻ ദ ബിൻ എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങൾ ബിന്നിലിടുക എന്നാണ്. പുട്ട് ദോസ് ഐറ്റംസ് ഇൻ ദ ബിൻ അസ് വെൽ എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങളും ബിന്നിലിടുക എന്നാണ് മീനിങ്. പിന്നെ അവർ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ബാഗിൽ എന്തെങ്കിലും ദ്രാവകങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കും. ഡു യു ഹാവ് എനി ലിക്വിഡ്സ് ഇൻ യുവർ ബാഗ്? ഡു യു ഹാവ് എനി ലിക്വിഡ്സ് ഇൻ യുവർ ബാഗ്? ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടോ എന്നാണ്. എനി ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ദ്രാവകങ്ങൾ. ഇൻ യുവർ ബാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാഗിൽ. സോ നിങ്ങളുടെ ബാഗിൽ എന്തെങ്കിലും ദ്രാവകങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു ഹാവ് എനി ലിക്വിഡ്സ് ഇൻ യുവർ ബാഗ്. അന്നേരം നിങ്ങൾക്ക് പറയണം എൻ്റെ ബാഗിൽ ഒരു കുപ്പി വെള്ളവും സാനിറ്റൈസറും ഉണ്ട്. അതെങ്ങനെ പറയും? ഐ ഹാവ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ആൻഡ് എ സാനിറ്റൈസർ ഇൻ മൈ ബാഗ്. ഐ ഹാവ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ആൻഡ് എ സാനിറ്റൈസർ ഇൻ മൈ ബാഗ്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്. ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബാഗിൽ. സോ എൻ്റെ ബാഗിൽ ഒരു കുപ്പി വെള്ളവും ഒരു സാനിറ്റൈസറും ഉണ്ട് എന്ന് പറയാനാണ് ഐ ഹാവ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ആൻഡ് എ സാനിറ്റൈസർ ഇൻ മൈ ബാഗ്. അപ്പോൾ അവർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവ പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയും. അതെങ്ങനെ പറയും? യു നീഡ് ടു ടേക്ക് ദോസ് ഔട്ട്. യു നീഡ് ടു ടേക്ക് ദോസ് ഔട്ട്. ടേക്ക് ദോസ് ഔട്ട് എന്ന് പറഞ്ഞാൽ അവ പുറത്തെടുക്കുക എന്നാണ്. സോ യു നീഡ് ടു ടേക്ക് ദോസ് ഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളവ പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് മീനിങ്. പിന്നെ അവർ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ബാഗിൽ ലാപ്ടോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും. അതെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് ലാപ്ടോപ്പ് ഇൻ യുവർ ബാഗ്? ഡു യു ഹാവ് ലാപ്ടോപ്പ് ഇൻ യുവർ ബാഗ്? അതായത് നിങ്ങളുടെ ബാഗിൽ ലാപ്ടോപ്പ് ഉണ്ടോ എന്നാണ് മീനിങ്. ഡു യു ഹാവ് ലാപ്ടോപ്പ് ഇൻ യുവർ ബാഗ്? ഇനി നിങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അത് പുറത്തെടുത്തിട്ട് ഈ ബിന്നിൽ വെക്കാൻ പറയും. സോ അതെങ്ങനെ പറയും? യു നീഡ് ടു ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ബിൻ. യു നീഡ് ടു ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ബിൻ എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ടേക്ക് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. പുട്ട് ഇറ്റ് ഇൻ ദ ബിൻ എന്ന് പറഞ്ഞാൽ ഈ ബിന്നിൽ ഇടുക അല്ലെങ്കിൽ വെക്കുക എന്നുള്ള മീനിങ് ആണ്. പിന്നെ അവർ നമ്മളോട് നമ്മുടെ ബാഗ് കൺവെയർ ബെൽറ്റിൽ വെക്കാൻ പറയും. സോ അതെങ്ങനെയാണ് പറയുന്നത്? പ്ലീസ് പുട്ട് യുവർ ബാഗ് ഓൺ ദ കൺവെയർ ബെൽറ്റ്. പ്ലീസ് പുട്ട് യുവർ ബാഗ് ഓൺ ദ കൺവെയർ ബെൽറ്റ്. പുട്ട് യുവർ ബാഗ് ഓൺ ദ കൺവെയർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാഗ് കൺവെയർ ബെൽറ്റിൻ്റെ പുറത്ത് വെക്കുക എന്നാണ് മീനിങ്. ഇനി സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവർ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ എടുക്കാം സ്കാനറിൽ നിന്ന്, എന്നിട്ട് നിങ്ങൾക്ക് ഗേറ്റിലോട്ട് പോകാം. അതെങ്ങനെ പറയും? യു ക്യാൻ പിക്ക് അപ്പ് യുവർ ഐറ്റംസ് ഫ്രം ദ സ്കാനർ ആൻഡ് യു ക്യാൻ ഹെഡ് ടു യുവർ ഗേറ്റ്. യു ക്യാൻ പിക്ക് അപ്പ് യുവർ ഐറ്റംസ് ഫ്രം ദ സ്കാനർ ആൻഡ് യു ക്യാൻ ഹെഡ് ടു യുവർ ഗേറ്റ്. പിക്കപ്പ് യുവർ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാധനങ്ങൾ എടുക്കുക എന്നാണ്. ഫ്രം ദ സ്കാനർ എന്ന് പറഞ്ഞാൽ സ്കാനറിൽ നിന്ന്. സോ യു ക്യാൻ പിക്കപ്പ് യുവർ ഐറ്റംസ് ഫ്രം ദ സ്കാനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ സ്കാനറിൽ നിന്ന് എടുക്കാം എന്നാണ് മീനിങ്. ആൻഡ് യു ക്യാൻ ഹെഡ് ടു യുവർ ഗേറ്റ്. ഹെഡ് ടു യുവർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഗേറ്റിലേക്ക് പോകാം എന്നാണ്. സോ യു ക്യാൻ പിക്കപ്പ് യുവർ ഐറ്റംസ് ഫ്രം ദ സ്കാനർ ആൻഡ് ഹെഡ് ടു യുവർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ എടുത്തിട്ട് ഗേറ്റിലേക്ക് പോകാം എന്നാണ് മീനിങ്. ഇനി നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പം ഫ്ലൈറ്റ് എടുക്കാറാകുമ്പം അവിടുന്ന് ഇൻസ്ട്രക്ഷൻസ് വരും. അതായത് ഫ്ലൈറ്റ് എടുക്കാറായി നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഇടുക എന്ന് പറയും. സോ അതെങ്ങനെയാണ് പറയുന്നത്? ദ ഫ്ലൈറ്റ് ഈസ് അബൌട്ട് ടു ടേക്ക് ഓഫ്. പ്ലീസ് fasten your seat belt. The flight is about to take off. Please fasten your seat belt. The flight is about to take off എന്ന് പറഞ്ഞാൽ വിമാനം പുറപ്പെടാറായി എന്നാണ് മീനിങ്. പ്ലീസ് fasten your seat belt എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഇടുക എന്നാണ് മീനിങ്. സോ the flight is about to take off. Please fasten your seat belt. ഇനി ഫ്ലൈറ്റിനകത്ത് വെച്ച് കഴിക്കാൻ തരുമ്പം അവർ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മീനിങ്. അന്നേരം നിങ്ങൾക്ക് അവരോട് നിങ്ങൾക്ക് എന്താണ് ഉള്ളത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ഡു യു ഹാവ്. വാട്ട് ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഉള്ളത് എന്നാണ് മീനിങ്. വാട്ട് ഡു യു ഹാവ്. ഇനി ഇങ്ങനെയും ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ. അതെങ്ങനെ ചോദിക്കും? വുഡ് യു ലൈക്ക് സംതിങ് ടു ഹാവ്.
വുഡ് യു ലൈക്ക് സംതിങ് ടു ഹാവ്. സംതിങ് ടു ഹാവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാൻ എന്നാണ്. വുഡ് യു ലൈക്ക് സംതിങ് ടു ഹാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്നാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ ആഗ്രഹമുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്. വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ ആഗ്രഹമുണ്ടോ എന്നാണ് മീനിങ്. വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്. ഇനി നിങ്ങൾക്കൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ വേണ്ട നന്ദി, അതെങ്ങനെ പറയും? നോ താങ്ക്സ്. നോ താങ്ക്സ് എന്ന് പറഞ്ഞാൽ വേണ്ട നന്ദി എന്നാണ്. ഇനി അവർ കഴിക്കാൻ ന്യൂഡിൽസ് ഉണ്ട്, ചിക്കനും റൈസും ഉണ്ട്, ഇങ്ങനെ ഓരോ ലിസ്റ്റ് പറയുമ്പോൾ അന്നേരം നമുക്ക് ഞാൻ ന്യൂഡിൽസ് കഴിക്കും എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ പറയും? ഐ വിൽ ഹാവ് ന്യൂഡിൽസ്. ഐ വിൽ ഹാവ് ന്യൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ന്യൂഡിൽസ് കഴിക്കും എന്നാണ് മീനിങ്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയില്ല, അപ്പോൾ ആ സമയത്ത് നിങ്ങളിപ്പം ദുബായിൽ ഇറങ്ങിയിട്ടാണ് അടുത്ത ഫ്ലൈറ്റ് കയറേണ്ടതെങ്കിൽ അവിടെ വെച്ച് ലഗേജ് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഐ ഹാവ് എ ലേ ഓവർ ഇൻ ദുബായ്. ഡു ഐ നീഡ് ടു കളക്ട് മൈ ലഗേജ് ദർ. ലേ ഓവർ അല്ലെങ്കിൽ സ്റ്റോപ്പ് ഓവർ എന്ന് പറയുന്നത് ഒരു ചെറിയ ബ്രേക്ക്, അതായത് ഇപ്പം നമ്മളൊരു ലോങ് ജേർണി ആണെങ്കിൽ ഇടയ്ക്ക് ബ്രേക്കായിട്ട് അടുത്ത ഫ്ലൈറ്റിൽ കയറി പോകത്തില്ലേ, അതിന് പറയുന്നത് സ്റ്റോപ്പ് ഓവർ അല്ലെങ്കിൽ ലേ ഓവർ എന്നാണ്. സോ നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി ദുബായിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. സോ ഐ ഹാവ് എ സ്റ്റോപ്പ് ഓവർ ഇൻ ദുബായ്. സോ അവിടെ വെച്ച് നമ്മുടെ ബാഗ് കളക്ട് ചെയ്യണോ എന്ന് ചോദിക്കാനാണ് ഡു ഐ നീഡ് ടു കളക്ട് മൈ ലഗേജ് ദർ എന്ന് ചോദിച്ചത്. ഐ ഹാവ് എ ലേ ഓവർ ഇൻ ദുബായ്. ഡു ഐ നീഡ് ടു കളക്ട് മൈ ലഗേജ് ദർ. ഇനി നിങ്ങൾ എയർപോർട്ടിലിരിക്കുമ്പം ആരോടെങ്കിലും നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കാൻ നമുക്ക് വേർ ആർ യു ഫ്ലൈയിങ് ടു എന്ന് ചോദിക്കാം. വേർ ആർ യു ഫ്ലൈയിങ് ടു. ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ പറക്കുക എന്നുള്ളതാണ് മീനിങ്. വിമാനയാത്ര ചെയ്യുന്നതിനും ഫ്ലൈയിങ് എന്നാണ് പറയുന്നത്. സോ വേർ ആർ യു ഫ്ലൈയിങ് ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാണ് വിമാനയാത്ര ചെയ്യുന്നത് എന്നാണ് മീനിങ്. അപ്പം നിങ്ങൾ ഇപ്പം ദുബായിക്കാണ്, അന്നേരം നിങ്ങളത് പറയുന്നത് എങ്ങനെയായിരിക്കും? ഐ ആം ഫ്ലൈയിങ് ടു ദുബായ്. ഐ ആം ഫ്ലൈയിങ് ടു ദുബായ്. സോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.